നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം അവലോകനം ചെയ്യുന്നതിനായി CPIM പോളിറ്റ് ബ്യൂറോയുടെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിലും പശ്ചിമബംഗാളിലും ഉണ്ടായ പരാജയങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നതും പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തേക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബൽറാം, പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഒരു വിഭാഗം പറയുന്നത് പ്രതിപക്ഷ നേതാവായി CPM-ൽ തന്നെ ഒരു അഭിപ്രായമുണ്ട്, പിണറായി വിജയൻ ആകേണ്ട എന്നുള്ളത്. മറ്റൊന്ന്, ശക്തമായി നയിക്കണമെങ്കിൽ പിണറായി തന്നെ ഉണ്ടാകണമെന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. എന്താകും തീരുമാനം? വെരി ഗുഡ് മോർണിംഗ് വർഷ, ഗൂഗിൾ. വർഷ സൂചിപ്പിച്ച പോലെ തന്നെ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരാനുള്ള തരത്തിലുള്ള ചർച്ചകൾ നടന്നു വരുന്നു എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അതേസമയം അക്കാര്യത്തിൽ ചില എതിർപ്പുകളും ഉണ്ട്. മറ്റാരെങ്കിലും നയിക്കട്ടെ എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങളും ചില നേതാക്കൾ ഇതിനകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ എന്ന റിപ്പോർട്ടുകളും ലഭ്യമായിട്ടുണ്ട്. അതേസമയം പ്രധാനമായും ഈ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടരട്ടെ എന്നതിനെ അനുകൂലിക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവായി തുടരുന്നതാണ് പാർട്ടിക്ക് കൃത്യമായി തന്നെ പ്രതിരോധമൊരുക്കാൻ ഗുണം ചെയ്യുക എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ന്യായം എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ VS അച്യുതാനന്ദൻ നേരത്തെ പ്രതിപക്ഷ നേതാവായി തുടർന്ന കാര്യം, മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായി തുടർന്ന കാര്യവും ഈ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കാര്യം സംബന്ധിച്ചുള്ള പ്രാഥമികമായ ഒരു ധാരണ ഇന്ന് ആരംഭിക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. തീരുമാനം എടുക്കേണ്ടത് എന്തായാലും നിയമസഭാ കക്ഷി യോഗത്തിലാണ്. നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത് CPM-ന്റെ നിയമസഭാ കക്ഷി യോഗമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിൽ പോലും സാങ്കേതികമായ ഒരു തീരുമാനം അവിടേക്ക് നീങ്ങിയാലും ഇക്കാര്യം സംബന്ധിച്ചുള്ള ഒരു ധാരണ, പാർട്ടിയുടെ തീരുമാനം എന്ത് എന്നുള്ള കാര്യം ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടായേക്കാനാണ് സാധ്യതയുള്ളത്. അതേസമയം പ്രധാനമായും ഈ യോഗത്തിന്റെ അജണ്ട എന്നുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലേറ്റ കനത്ത പരാജയം അത് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. പാർട്ടി നേരത്തെ വലിയ ആത്മവിശ്വാസം, തുടർ ഭരണത്തിന്റെ ആത്മവിശ്വാസമായിരുന്നു കേരള ഘടകം നേരത്തെ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ അവതരിപ്പിച്ചത്. നേരിയ ഒരു ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും ഭരണ തുടർച്ച കേരളത്തിൽ ഉണ്ടാകും, 3ാം പിണറായി സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ പാർട്ടിക്ക് വലിയ പരാജയം, കണക്ക് കൂട്ടിയ വിജയം ലഭിച്ചില്ല എന്നതിനപ്പുറത്തേക്ക് കനത്ത പരാജയം വാങ്ങേണ്ടി വന്നിരിക്കുന്നു. LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഇതിന്റെ കാര്യകാരണങ്ങൾ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉണ്ടാകും. വിശദമായ ചർച്ചകൾ തുടർന്ന് അങ്ങോട്ട് നടക്കുന്ന യോഗങ്ങളിലായിരിക്കും. തുടർച്ചയായി 5 ദിവസത്തെ യോഗമാണ് ഇക്കാര്യങ്ങൾ അവലോകനം ചെയ്യാനുള്ളത്. പോളിറ്റ് ബ്യൂറോയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും യോഗം ചേരുന്നുണ്ട്. തുടർന്ന് ബ്രാഞ്ച് തലങ്ങൾ മുതലുള്ള യോഗങ്ങളായിരിക്കും നടക്കുക. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതിൽ മുഖ്യമന്ത്രി കാര്യത്തിൽ ചർച്ച തുടരുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലൂടെ ആകാംക്ഷയാണ്. അത് ഇന്നോ നാളെയോ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. പിണറായി വിജയൻ നേതൃസ്ഥാനത്തേക്ക് വരുമോ, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമോ എന്നതിൽ ഒരു വ്യക്തത ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തന്നെ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.